ഗൈസ് ഭയങ്കര സൂപ്പറായിരുന്നു ഗൈസ്. മീൻസ് ഇത് ഹലോ ഗായ്സ്, സോ ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് ആൻഡ് എനിക്ക് എങ്ങനെ വ്ലോഗ് ചെയ്യണം എന്നൊന്നും അറിയില്ല. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക, ഞാൻ അതുപോലെ ചെയ്യാം. ആൻഡ് നമ്മളൊരു സ്കൂൾ റൺ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ആൻഡ് നമ്മളൊരു സ്കൂൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പം അവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ടൈമായി, അപ്പം ഞാൻ ഇറങ്ങട്ടെ. ഗൈസ് നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അമ്മ ഇപ്പം വരും. ഗൈസ് ഇതാണ് അമ്മ. ഹായ്. അച്ഛൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ. നമുക്ക് സ്കൂളിൽ പോയിട്ട് കാണാം. ഹായ് പറ. ഗൈസ് അപ്പോൾ നമ്മൾ സ്കൂളെത്തി. വോയിസ് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല, മൈക്കില്ല. സോ നമുക്ക് സ്കൂൾ കാണാം. ഹലോ, ഇതാണ് ഗൈസ് സ്കൂൾ. ഹായ് പറ എല്ലാവരും. അപ്പൊ നമുക്ക് അകത്ത് പോവാം. വണ്ടി വന്നിട്ടില്ല ഗൈസ്. ഇവരുടെ ബഹളവും കൂടെ ആകുമ്പോൾ എത്രത്തോളം ക്ലിയർ ആവും അറിഞ്ഞൂടാ. വണ്ടി വന്നിട്ടില്ല. വണ്ടി വന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. വണ്ടി കയറിയിട്ട് ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് പറയാം. ഹായ് പറ അച്ചു. എല്ലാരും ഹായ് പറ. ഒരു പവറില്ല. ഹായ് പറ. ഇവിടെ വന്നാൽ സമയം പോകുന്ന അറിയില്ല. ഭയങ്കര ഫണ്ണാണ്. അവരുടെ ഓരോ കാര്യങ്ങൾ ഭയങ്കര ഫണ്ണാണ്. Hi. What else you got my restaurant? I will upload this in YouTube. What? Yeah, I am a fan and you know. ഇതാണ് ടീച്ചർ വിജീഷ ടീച്ചർ. ഇതാണ് പ്രിയ ആൻറ്റി. ഹലോ പറ. ഹലോ ഗൈസ്. എല്ലാവരും എനിക്ക് കുറച്ച് ത്രോട്ട് പെയിൻ ഉണ്ട് ഗൈസ്, അതാണ് സൗണ്ട് ഇങ്ങനെ. എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഗൈസ് ഇതാണ് നമ്മളെ സ്കൂളിന്റെ പേര്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് എനിക്ക് ആ ടൈം അകത്ത് കയറി ഗൈസ്. ഞാൻ റെക്കോർഡ് ചെയ്തു. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. സോ അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് മ്യൂട്ട് ചെയ്തത്. എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു ഗൈസ്. അവിടെ എത്താനുള്ള ത്രില്ല് ഭയങ്കരമായിട്ട് എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നു. ഇവിടുത്തെ വോയിസും കട്ട് ചെയ്ത് വേറൊന്നുമല്ല ഗൈസ്. ഭയങ്കര ബഹളമായിരുന്നു. നിങ്ങൾക്ക് ഇട്ടാലും ഒന്നും കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഗൈസ് ഇവിടെ കട്ട് ചെയ്തത്. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സ്ഥലം കാണിച്ചപ്പോൾ മനസ്സിലായി കാണും. നമ്മളെല്ലാവരും കൂടെ പ്ലാനറ്റോറിയത്തിലോട്ടാണ് ഗൈസ് വന്നത്. അപ്പോൾ സ്റ്റുഡൻസിന് കുട്ടികൾക്ക് യൂസ്ഫുള്ളും ആണ്, അവർ എൻജോയും ചെയ്യും. സോ നമ്മൾ ഇങ്ങോട്ടാണ് ഗൈസ് വന്നത്. ഭയങ്കര വെയിൽ. ഒരു ടിക്കറ്റൊക്കെ എടുത്ത് ഗൈസ് കുട്ടികളെ ഇവിടെ നിർത്തിയേക്കുവാണ്. ടിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പം ഞാൻ അകത്ത് വീഡിയോസ് എടുക്കാൻ സമ്മതിക്കുമെന്ന് ഞാൻ കുഞ്ഞിലേ വന്നിട്ടുണ്ട് ഗൈസ് സ്കൂളിൽ നിന്ന്. അപ്പോൾ അകത്തോട്ട് വീഡിയോ എടുക്കാൻ അലോ ചെയ്യുമോ അറിയത്തില്ല. ഓക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോസ് എടുക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം. അകത്ത് കയറി ഗൈസ്. സൗണ്ട് കേൾക്കൂല. ഗൈസ് ഇതാണ് ഫ്ലോട്ടിംഗ് ബോൾ. കൊള്ളാല്ലേ?
ഇതാണ് കപ്പിൾഡ് പെൻഡുലം. നമ്മൾ ഇതൊക്കെ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കപ്പിൾഡ് പെൻഡുലാണ് ഇത്. അടുത്തത് വോർട്ടെക്സ്. ഓഫ് ചെയ്തോ? നമ്മൾ അടുത്തത് മകളിലോട്ട് പോവാണ് ഗൈസ്, ഷോ കാണാൻ. അപ്പം അവരിവിടെ പറഞ്ഞു ഗാലറിയിൽ എപ്പോൾ വേണമെങ്കിലും ടൈമുണ്ട്, 5 മണി വരെ സമയമുണ്ട്, നമുക്ക് കാണാം. പക്ഷേ ഷോ കാണാൻ ഇവിടെ ടൈമുണ്ട്. ആ ഒരു ടൈമിനുള്ളിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ കാണാൻ പറ്റില്ല. സോ നമ്മൾ മകളിലോട്ട് ഷോ കാണാനായിട്ട് വന്നു. സമയമായിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗാലറിയും കൂടെ കണ്ടിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഗാലറി നോക്കാം. എവിടെയാണ്? അകത്ത് കയറി. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ അകത്ത് ഇത് സ്ക്രീൻ ഓൺ ആയി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. സോ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, സോറി ഗൈസ്. അത് വരും, ഓൺ ആവും. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഗൈസ് ഭയങ്കര സൂപ്പറായിരുന്നു ഗൈസ്. മീൻസ് ഇത് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് മസ്റ്റായിട്ട് പ്ലാനറ്റോറിയം വിസിറ്റ് ചെയ്യണം. അതിലും ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെല്ലാം. ഇഷ്ടപ്പെട്ടാച്ചു? എല്ലാവർക്കും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാ? അടുത്തത് നമ്മള് 3D ആണ് ഇനി പോകുന്നത്. അതെ, 3D തിയേറ്ററിലോട്ടാണ് പോകുന്നത്. അവിടെയും വിഷ്വൽസ് എടുക്കാൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എല്ലാവർക്കും ഗ്ലാസ് ഒക്കെ കിട്ടി. നമ്മൾ അകത്ത് കയറി. ഇതാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. ഇവിടെയാണ് ഗൈസ് അകത്ത്. ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞ് പുറത്ത് വ്ളോഗ് എടുക്കുന്നുണ്ട്, എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ. അപ്പൊ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നല്ലാതെ ഞാനും കൂടെ കണ്ണാടി ഇടിച്ചോട്ടെ. ചേച്ചി എന്നെയും കാണിക്കേ, എന്നെയും കാണിക്കേ. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും, എല്ലാ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇൻക്ലൂഡിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. സോ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം, മസ്റ്റ് വിസിറ്റ് എന്ന് തന്നെ പറയും. അത്രയ്ക്ക് എൻജോയ്, കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പ്ലാനറ്റോറിയം. നമുക്ക് ഒരുപാട് പഠിക്കാനും പഠിക്കുന്നവർക്ക് റിസർച്ച് ചെയ്യാനും എല്ലാം നല്ല യൂസ്ഫുൾ ആണ്. എനിക്ക് എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. എന്ത് ഭംഗിയാണെന്ന് നോക്കിയത്. So big moon. നമ്മൾ അതും കണ്ടിറങ്ങി. എൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നത് കുട്ടികൾക്ക് ആ ഒരു സംഭവം അത്ര ഫണ്ണായിട്ടോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടോ ഒന്നുമില്ല. ബിക്കോസ് അതൊന്നും മനസ്സിലാവില്ല. കണ്ട് എനിക്ക് തന്നെ എന്തൊക്കെയൊക്കെയോ അവിടെ ഇവിടെ നിന്ന് മനസ്സിലായതല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലായില്ല. സോ കുട്ടികൾക്ക് ആ ഒരു പാക്കേജിൽ അത് എടുക്കുന്നത്, നിങ്ങളത് പൈസ കൊടുത്ത് പോകുന്നത് കുറച്ച് നഷ്ടമായിരിക്കും. അപ്പോൾ സോ നിങ്ങൾ പോകുമ്പോഴത്തേക്കും അത് വേണമെങ്കിൽ ഒഴിവായിക്കോളുക. നമ്മളിപ്പോൾ ആ ഒരു ഗ്ലോവിലൂടെ, ആ ഒരു സ്ക്രീനിലൂടെ ആ ഒരു കാണുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് അത് മാത്രമാണ് എനിക്കൊന്ന് ഓക്കെ അല്ലാതായിട്ട് തോന്നിയത്. ബാക്കി എല്ലാം സൂപ്പറാണ്. എല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് കൊടുക്കണം.
അത് കഴിഞ്ഞിട്ട് ഫുഡ് നമ്മൾ നേരെ അങ്ങ് പോയിട്ടായിരിക്കും ഫുഡ് കഴിക്കുക, സ്കൂളിൽ പോയിട്ടായിരിക്കും. നമ്മളപ്പോൾ ബാക്ക് സൈഡിൽ കൂടെ നമ്മൾ വന്ന സൈഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ബാക്ക് സൈഡിൽ കൂടെയാണ് പുറത്ത് വന്നത്. ഭയങ്കര വെയിൽ, അയ്യോ ഒന്നാതെ ത്രോട്ട് പെയിനും കൂടെ. വെയിൽ, ഭയങ്കര വെയിൽ. കുട്ടികൾ നമ്മൾ ആസ്വദിക്കി ഇരുത്തിയാണ് ഗൈസ്. എങ്ങനെ ഇഷ്ടപ്പെട്ട? അമ്മത ഈ ഫസ്റ്റ് ടൈം അല്ല ഗൈസ് വിസിറ്റ് ചെയ്യുന്നത്, ഒരുപാട് വട്ടം വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് കാശിയുടെ അടിച്ചു ചോദിച്ചു, ഇതാണ് കാശി. എങ്ങനെ ഉണ്ടായിരുന്നു കാശി? കൊള്ളായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുവാണ്. ഇവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് കണ്ടു, എല്ലാവരും കണ്ട് എല്ലാവരും അങ്ങോട്ടും ഓടിപ്പോയാണ്. എന്തായാലും പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, കുട്ടികളായിട്ട് എന്തായാലും വരിക. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ പാർക്ക് കൂടെ ഉണ്ട്, എനിക്കത് അറിയില്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ടീച്ചർ ഓടിയ എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? എൻജോയ് ചെയ്തില്ലേ? യെസ്, നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നമ്മൾ ഇവിടുത്തെ ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. നമ്മൾ നേരെ സ്കൂളിലോട്ട് പോവുകയാണ്. സ്കൂളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തി ഗൈസ്, നമ്മൾ സ്കൂളെത്തി. ഇനി ഇവർക്ക് സൂപ്പർ ട്രിപ്പായിരുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഈ ക്ലിപ്പിംഗ് കാർട്ടിൽ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അപ്പൊ ഇന്ന് ഇതൊരു കുട്ടി വ്ലോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാരും എന്തൊക്കെ ചെയ്യണം? ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.